എക്സൽ മീഡിയയുടെ ടിപ്സ് ഫോർ പേരൻസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ശാലിനി ഷിജു. മൂഡി തിയോളജിക്കൽ സെമിനറിയിൽ കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചിട്ട് അമേരിക്കയിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പേരൻസിനും കുഞ്ഞുങ്ങൾക്കും ഇത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സോ ഐ വെൽക്കം ശാലിനി ഷിജു ഫോർ ദിസ് പ്രോഗ്രാം. സങ്കീർത്തനം 127:3 ഇപ്രകാരം പറയുന്നു: മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും ആകുന്നു. ദൈവം നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് നമ്മൾക്ക് ദൈവം ദാനമായി തരുന്ന മക്കൾ. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ വളർത്തണമെന്നും അവരെ ദൈവകൃപയിലും ദൈവിക പദ്യോപദേശത്തിൽ വളർത്തണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. നമ്മൾ മാതാപിതാക്കന്മാരാകുമ്പോൾ കർത്താവിൻ്റെ വഴികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച് പല മാതാപിതാക്കന്മാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ വളർന്ന രീതിയിലല്ല നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ പേരൻ്റ് ചെയ്ത അതേ രീതിയിൽ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ പേരൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്കും അവരഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾക്കും എങ്ങനെ പരിഹാരം ബൈബിൾ പ്രകാരം കൊടുക്കണമെന്ന് പലപ്പോഴും മാതാപിതാക്കന്മാരായ നമ്മൾക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് സാധാരണയായിട്ട് ദേഷ്യപ്പെടാറുണ്ട്, നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാതാപിതാക്കന്മാരും മക്കളുമായിട്ടുള്ള ബന്ധത്തിനും വളരെ പ്രയാസങ്ങൾ ഏറ്റുവരുന്നതായിട്ട് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു, കുഞ്ഞുങ്ങൾ പല വിധത്തിൽ പണ്ട് കാലങ്ങളിൽ ഇപ്പം നമ്മൾ വളർന്ന ഒരു 20 വർഷം മുമ്പേ അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പേ കുട്ടികൾ വളർന്നിരുന്ന സാഹചര്യത്തിലല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത്. സാമ്പത്തികമായ ചുറ്റുപാടുകൾക്ക് വളരെ വ്യത്യാസവും വളരെ ഉന്നമനവും വിദ്യാഭ്യാസത്തിൽ ഉന്നമനവും ടെക്നോളജിയിൽ ഉന്നമനവും ഒക്കെ ഉണ്ടെങ്കിലും ബന്ധങ്ങളുടെ ഊഷ്മളതകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലയളവിൽ കുഞ്ഞുങ്ങൾ പലപ്പോഴും മറ്റ് അഡിക്ഷനിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും അങ്ങനെ ഈവൻ മാതാപിതാക്കന്മാരോടായാലും സഹോദരങ്ങളായാലും ഉള്ള ബന്ധങ്ങൾക്ക് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. നമ്മൾ ന്യൂസ് പേപ്പറിനകത്ത് പല ദിവസങ്ങളും അല്ലെ ന്യൂസിനകത്ത് നമ്മൾ കാണുന്ന വാർത്തകൾ, ചിലപ്പം 15 വയസ്സുള്ള കുഞ്ഞിന് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ വേറൊരാളെ പോയി ഉപദ്രവിച്ചു. ഇങ്ങനെ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യുവതലമുറകൾ കാണിച്ചു കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാരായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവകൃപയിൽ വളർത്തണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ദൗത്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നാളെ ഈ ലോകത്തിൻ്റെ ദിശ അല്ലെങ്കിൽ ഗതി എങ്ങനാകുമെന്ന് പ്രവചിക്കുന്നത്. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളാണ് നാളെ വേറൊരാളുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടേണ്ടത്. അങ്ങനെയെങ്കിൽ അവരെ നേരായ പദ്യോപദേശത്തിൽ വളർത്തിയില്ലെങ്കിൽ അവർ തിരിഞ്ഞു പോകുകയും അവർ സമൂഹത്തിനൊരു തലവേദനയാകുകയും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണുവാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇപ്രകാരം പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ നിന്നും കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിച്ച ഒരു കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളെ പേരൻ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ശിക്ഷിക്കുമ്പോൾ, അതിൽ കൂടെ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ഒരു വ്യക്തതയില്ലാതെ നമ്മൾ കാര്യങ്ങളെ ചെയ്യുമ്പോഴാണ് അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായി ഭവിക്കുന്നത്. ഡോക്ടർ കാരൻ പുർവിസ് എന്ന് പറയുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റ് എപ്പോഴും പറയുന്നതും എംഫസൈസ് ചെയ്യുന്നതുമായ ഒരു പേരൻറ്റിങ് മെത്തേഡുണ്ട്. ഞങ്ങൾ കൗൺസിലിങ്ങിലും പിള്ളേരുമായിട്ട് വർക്ക് ചെയ്യുന്ന പല കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും
വളരെ അധികമായി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതിന് പറയുന്നത് ട്രസ്റ്റ് ബേസ്ഡ് പേരൻറ്റിംഗ് ആണ്. മലയാളത്തിൽ നമ്മളൊരു പറയുമ്പോൾ വിശ്വാസ്യത പിടിച്ച് എടുത്ത ഒരു പേരൻറ്റിംഗ് വിധം. അതായത് മറ്റാരേക്കാളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം എന്നൊരവസ്ഥയിലേക്ക് വന്നാൽ അവർ അഭിമുഖീകരിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും അവർക്ക് ദേഷ്യപ്പെട്ടാലും അവർ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു പേരൻറ്റിംഗ് മെത്തേഡാണ് ട്രസ്റ്റ് ബേസ്ഡ് പേരൻറ്റിംഗ്. ട്രസ്റ്റ് ബേസ്ഡ് പേരൻറ്റിങ്ങിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാനും എൻ്റെ കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഈവൻ ഡിസിപ്ലിനിങ് ടൈമിൽ പോലും ആ കുഞ്ഞിൻ്റെ ട്രസ്റ്റിനെ തിരിച്ചു പിടിക്കുക, ആ കുഞ്ഞിനെ സ്നേഹിക്കുക, ആ കുഞ്ഞുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ഊഷ്മളത കാക്കുക എന്നുള്ളതാണ് ട്രസ്റ്റ് ബേസ്ഡ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം. അപ്പം അങ്ങനൊരു മിഷൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് പിള്ളേരോട് ദേഷ്യപ്പെടാനോ, അല്ലെ ദേഷ്യപ്പെട്ടാലും അയ്യോ ഞാനത് ചെയ്തത് തെറ്റിപ്പോയി, ഞാൻ ആ സമയത്ത് നിന്നോട് അറിയാതെ ദേഷ്യപ്പെട്ടു എന്ന് പറയുവാനുള്ള ഒരു ഹൃദയം നമ്മൾക്കുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാതാപിതാക്കന്മാർ വന്നാൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അവരോട് തോളോടൊപ്പം തോള് ചേർന്ന് നമുക്കൊരു പരിഹാരം കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാതാപിതാക്കന്മാരായ നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം കുഞ്ഞുങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കുക, അത് മുഖാന്തരം അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നാകട്ടെ. ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവും നമ്മളുമായിട്ട്, അല്ലെങ്കിൽ പിതാവായ ദൈവം നമ്മളുമായിട്ട് ഒരു മകൻ അല്ലെ മകൾ പിതാവും ഉള്ള ബന്ധമാണ്. അപ്പം കർത്താവിൽ നിന്ന് തന്നെ നമുക്ക് പേരൻറ്റിങ് ടിപ്സ് ഉൾക്കൊള്ളാൻ പറ്റും. ഇസ്രായേൽ ജനത എത്ര തെറ്റിപ്പോയപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഈ ആഗ്രഹം അവർ നശിച്ചു പോകണമെന്നല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഈ ആഗ്രഹം അവരെന്നിലേക്ക് അടുക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ശിക്ഷണമായാലും അതിൻ്റെ ബ്ലെസ്സിങ് ആയാലും അതെല്ലാം അവരെ കർത്താവിങ്കിലേക്ക് കൂടുതൽ, ദൈവത്തിങ്കിലേക്ക് കൂടുതൽ നമ്മളെ ഓരോരുത്തരെയും അടുപ്പിക്കുവാനാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. മാതാപിതാക്കന്മാരായിരിക്കുന്ന നമ്മുടെയും ലക്ഷ്യം അതുതന്നെ ആയിരിക്കണം. കർത്താവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹത്തിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാം, അതിന് മാതാവ് അല്ലെങ്കിൽ പിതാവായ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ പേരൻറ്റിങ്ങിൽ കൂടെ ഞാൻ എന്ത് ചെയ്താൽ അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലൊരു ദേവദാസൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് 4 ആൺമക്കളാണ്. അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി, മക്കളിൽ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞ് മകനെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താണിത് ചെയ്തത്, ഇങ്ങനെ എന്താണ് നീ ചെയ്തത് എന്ന് ചോദിക്കുവാനിടയായി. മകനൊന്നും മിണ്ടിയില്ല. അപ്പോൾ മകൻ പേടിച്ച് വിറച്ചാണ് അപ്പൻ്റെ അടുക്കൽ ചെല്ലുന്നത്. അദ്ദേഹം കതവ് അടച്ചു കഴിഞ്ഞപ്പോൾ മകൻ ഓർത്തു, ഇന്ന് അടിയുടെ പൂരമായിരിക്കും എന്ന് പേടിച്ച് വിറച്ച് നിൽക്കുന്ന മകൻ നോക്കി നിൽക്കെ അപ്പൻ മുട്ടുമേ നിന്ന് നിലവിളിച്ച ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ ഭാഗത്തെ എന്തു കുറവാണ് എൻ്റെ പേരൻറ്റിങ്ങിൽ വന്നത് എൻ്റെ കുഞ്ഞിങ്ങനൊരു സ്റ്റെപ്പ് ചെയ്യുവാൻ? അപ്പം മകൻ്റെ സാക്ഷ്യമാണ്, അപ്പൻ്റെ ആ പ്രാർത്ഥന കേട്ട് മകനിൽ മാനസാന്തരമുണ്ടായി. നമ്മളിൽ എത്ര പേർക്ക് അങ്ങനൊരു ഹൃദയമുണ്ട്? കർത്താവേ, എന്നിൽ ഉള്ള അല്ലെങ്കിൽ ഞാൻ പേരൻ്റ് ചെയ്ത എന്നിലുള്ള എന്തെങ്കിലും വീഴ്ച ഉണ്ടോ എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യുന്നതെന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കുവാൻ പാടാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുമില്ല. നമ്മൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടും. ആ ദേഷ്യം നമ്മുടെ സ്ട്രെസ്സ് കുഞ്ഞുങ്ങളുടെ മേലെടുക്കും. അപ്പം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. യേശുക്രിസ്തു തന്നെയാണ് ഏറ്റവും നല്ല പേരൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. സകലതും ഒഴിച്ചു തന്ന് നമുക്ക് വേണ്ടി തന്നതുപോലെ നമ്മളിൽ എത്ര പേർക്ക് എൻ്റെ കുഞ്ഞ് എത്ര തെറ്റ് ചെയ്താലും ആ കുഞ്ഞിനെ ഗൈഡ് ചെയ്ത് ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടതാണ് എൻ്റെ ഉദ്ദേശമെന്ന് ചിന്തിച്ചാൽ
പലപ്പോഴും പേരൻറ്റിങ്ങിലുള്ള പല അപാകതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മിഷൻ നമ്മുടെ പേരൻറ്റിങ്ങിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് പേരൻറ്റിങ്ങിനെ ആസ്പദമായി ക്വസ്റ്റ്യൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇനിയും അത് ആൻസർ ചെയ്യുവാനായിട്ട് ഉള്ള സമയമായിട്ട് ഞാൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു മാഡം. നല്ല ചില ഇൻസൈറ്റ്സ് ഞങ്ങൾക്ക് കിട്ടി. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഈ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം, അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ ശിക്ഷണം. ഈവൻ ബൈബിൾ അതിനകത്ത് ആ കാര്യങ്ങളിൽ ശിക്ഷണം നൽകുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് പല ആളുകളും മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ തലമുറകൾ പലരും ആ നാടുകളിലാണ് ജനിച്ചു വളർത്തപ്പെടുന്നത്. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കസ്റ്റം ഒക്കെ ഇച്ചിരി ഡിഫറൻ്റാണ്. നിയമപരമായിട്ട് പോലും ചില രാജ്യങ്ങളിൽ ശിക്ഷണ നടപടികൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണൊന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നത്? ശിക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഏത് തരത്തിലുള്ള ശിക്ഷണവും ഓക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നുകൂടെ വ്യക്തമാക്കാം. അതായത് എൻ്റെ കുഞ്ഞ് നേർവഴിക്ക് വന്ന് അവൻ ക്രിസ്തുവിലേക്ക് തിരിയണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ ശിക്ഷിക്കുമ്പോൾ എൻ്റെ ശിക്ഷണ രീതികളും അപ്രകാരമായിരിക്കും. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, എൻ്റെ മകൻ കള്ളം പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോനെ കള്ളം പറയുന്നത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എത്ര ചോദിച്ചിട്ടും നമ്മുടെ കുഞ്ഞ് കള്ളം പറയുകയാണെന്ന് വെച്ചോ, അതിന് നമ്മളൊരു ശിക്ഷ കൊടുക്കുന്നു. കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ അടി കൊടുക്കും, അല്ലേ? അല്ലെങ്കിൽ പിടിച്ചൊരു കോർണറിൽ നിർത്തും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളാണെങ്കിൽ മിക്കവാറും ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയാവുള്ള, അവരെ കോർണറിൽ നിർത്തും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എടുത്തു മാറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ അടിയായാലും ടൈം ഔട്ടായാലും രണ്ടും അന്നേരത്തേക്കേ വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം പിള്ളേർ വിചാരിക്കുന്നത് നമുക്ക് ദേഷ്യം വന്നിട്ടാണ് നമ്മൾ ഈ അടിയെല്ലാം കൂടെ പിള്ളേരെ അടിച്ച് ശരിപ്പെടുത്തി തീർക്കുക. മനസ്സിലായോ? അപ്പോൾ ആ അടിയുടെ പേടി കൊണ്ട് അവരന്നേരം ചിലപ്പം അല്ലെ അടുത്ത പ്രാവശ്യം കള്ളം പറയത്തില്ലായിരിക്കും. പക്ഷെ കംപ്ലീറ്റായിട്ട് അവരിൽ നിന്ന് അത് എടുത്തു മാറ്റണമെങ്കിൽ ഒന്ന് നമ്മുടെ മൂഡും നമ്മുടെ ടോണും ഒരു കാമായിട്ടുള്ള ടോണായിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ മകനെ പിടിച്ച് അടിക്കുകയാണെന്ന് വെച്ചോ, ഇപ്പം ഇവിടെ അടിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളൊരു അടി വെച്ച് കൊടുത്തു. അടി വെച്ച് കൊടുക്കുമ്പം ആ വടി കീറുവോളം അടിക്കരുത്. അത് നമ്മുടെ ദേഷ്യം തീർക്കാൻ അടിക്കുന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കുഞ്ഞിന് നല്ല വേദന എടുക്കുന്ന രീതിയിൽ കാലിന് താഴെ ഒരു അടി കൊടുത്തിട്ട് പറയണം, നീ ഇത് ചെയ്തുകൊണ്ടാണ് നിനക്ക് അടി തന്നത്. അല്ലെങ്കിൽ ടൈം ഔട്ട് കൊടുക്കുമ്പോഴും നീ അവിടെ പോയി നിൽക്കണം, നിന്നെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെങ്കിൽ നീ ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് വേറൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് നിന്നെ ശിക്ഷിക്കുന്നത്, അല്ലാതെ എനിക്ക് ശിക്ഷിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ഇത്രയും ആ സമയത്ത് പറയാൻ നമുക്ക് മാതാപിതാക്കന്മാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിൽ പലരും കണ്ടിരിക്കുന്നത്, നമ്മൾ തെറ്റ് ചെയ്യുമ്പം നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് പിടിച്ച് നല്ല അടി തരും. ഒന്നിലൊന്നും നിൽക്കുന്നതായിട്ട് എനിക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള മാതാപിതാക്കന്മാർ വളരെ വിരളമാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ശിക്ഷണം എന്തായിരുന്നാലും നമ്മുടെ ഉദ്ദേശം അവരെ കർത്താവിങ്കിലേക്ക് നയിക്കുകയും അവരുടെ തെറ്റിനെ തിരുത്തി അവരത് മനസ്സിലാക്കി അത് മുഖാന്തരം അവർ കർത്താവിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഈ അടിയുടെ കൂടെ ചേരത്തില്ല. അങ്ങനെ ചേരുമ്പോഴാണ് ഏത് രീതിയിലുള്ള ശിക്ഷണവും ഇന്നെഫക്റ്റീവായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഡോക്ടർ കാരൻ പുർവിസ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് റെഫർ ചെയ്ത ട്രസ്റ്റ് ബേസ്ഡ് പേരൻറ്റിങ്ങിൽ അവർ ചെയ്ത വർക്കുകളെല്ലാം തന്നെ ഡിഫിക്കൾട്ട് പ്ലേസസ്, അതായത് സ്ട്രീറ്റ്സിൽ വളർന്ന കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ ചെയ്യുന്ന മാതാപിതാക്കന്മാരുടെ ഇടയിൽ പ്രധാനമായി വർക്ക് ചെയ്തൊരു സൈക്കോളജിസ്റ്റാണ് അവർ. അപ്പം അവരവരുടെ റിസർച്ചിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പോലും അവർ പറയുന്ന ഡിസിപ്ലിൻ ചെയ്യുമ്പം
ടൈം ഇൻസ് എന്നാണെന്ന് പറഞ്ഞത്. ടൈം ഔട്ടിന് പറയും ടൈം ഇൻ. അതായത് ഫോർ എക്സാമ്പിൾ ടൈം ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ നീ ഇത് ചെയ്തു, അതുകൊണ്ട് നീ പോയി നിൻ്റെ റൂമിലേക്ക് ഇരിക്കാം, അല്ലെങ്കിൽ നീ ആ കോർണറിലിരിക്കാം. എന്നിട്ട് ആ ശിക്ഷിക്കുമ്പോൾ തന്നെ നമ്മളും ആ പേരൻറ്റും ആ വിസിനിറ്റിയിൽ അല്ലെങ്കിൽ ആ കുഞ്ഞിരിക്കുന്ന വിസിനിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ അവരോട് പറയുകയാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിൽ, എനിക്ക് പ്രയാസമുണ്ട്, പക്ഷേ എനിക്ക് വേറൊരു ഓപ്ഷനില്ല. നിനക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, 2 ചോയ്സ്. ഇപ്പോൾ കള്ളം പറഞ്ഞാണെങ്കിൽ നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നു, അതിന് പകരം നീ കള്ളം പറഞ്ഞു. അപ്പോൾ ചോയ്സ് ഉണ്ട്. അപ്പോൾ അത് വ്യക്തമാക്കിക്കൊണ്ട് നമ്മളൊരു ടൈമിംഗ് മെത്തേഡ് ചെയ്യുവാണെങ്കിൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് കുഞ്ഞ് ചിന്തിക്കുന്ന ചൈൽഡ് സൈക്കോളജി പ്രകാരം അപ്പൻ്റെ ദേഷ്യം അല്ലെങ്കിൽ അമ്മയുടെ ദേഷ്യം എന്നോട് ചേർത്തതല്ല, ഞാനൊരു ബാഡ് ചോയ്സ് എടുത്തത് കൊണ്ടാണ് എനിക്ക് ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പം ആ ഒരു മെത്തേഡ് ലോങ് ടേമിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. അപ്പം അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, നമ്മൾ ബൈബിളിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇസ്രായേൽ ജനത എത്ര പ്രാവശ്യം തെറ്റിപ്പോയപ്പോഴെല്ലാം ദൈവം ഡിസിപ്ലിൻ ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ് ഒരിക്കലും അവരെ നശിപ്പിച്ച് കളയാനുള്ള ഡിസിപ്ലിനാണ്. നമ്മളിൽ പലരും ദേഷ്യം മൂത്ത് ചെയ്യുന്ന കണ്ട നമ്മൾ ഈ കൊച്ചിനെ ശിക്ഷിക്കുകയാണോ, നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ബുദ്ധിമുട്ടും കൊച്ചിൻ്റെ മേലെടുക്കുകയാണോ എന്നുള്ളത്. അപ്പം ശിക്ഷ ഏത് തരത്തിലായിരുന്നാലും ലക്ഷ്യം അവരെ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ബാലനെ ശരിയായ നടപ്പിൽ ഉപദേശിക്കേണ്ടതിനാണെങ്കിൽ നമ്മുടെ ശിക്ഷാമാർഗങ്ങളും അതിനനുസരിച്ചായിരിക്കും. നമ്മുടെ മൂഡും നമ്മുടെ വികാരവും ബേസ്ഡ് ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെ എടുക്കുന്ന ഏതു ശിക്ഷാമാർഗങ്ങളും കുഞ്ഞിന് നന്മയായിട്ട് വരും. അത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പം കുഞ്ഞിൻ്റെ ശരീരത്തിനോ മനസ്സിനോ സൈക്കോളജിക്കലോ ഒന്നും ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും വരത്തില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് മാതാപിതാക്കന്മാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ എപ്പോഴും ഡിസിപ്ലിനിങ്, ഇപ്പം ഇവൻ അടിയാണെങ്കിലും ടൈം ഔട്ട് ആണെങ്കിലും ഓരോ പേരൻസിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ ഒരു പക്ഷേ മിഷനും അതിൻ്റെ ആ എക്സിക്യൂഷൻ മെത്തേഡുമാണ്. ഇപ്പോൾ അടിച്ചില്ലെങ്കിലും ടൈം ഔട്ട് പിടിച്ചു പോയി റൂമിലിരുത്തി അവരെ അങ്ങനെ ഇരുത്തി മനപ്രയാസപ്പെടുത്തിയാലും ഭയങ്കരമായിട്ട് നമ്മൾ പിടിച്ച് അടിക്കുന്നതിൻ്റെ സെയിം എഫക്റ്റാണ് സൈക്കോളജിക്കലി വരുന്നത്. എഫക്ട്സിന് വ്യത്യാസം വരണമെങ്കിൽ നമ്മുടെ മിഷനും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും വ്യത്യാസം വരണം. ഇപ്പം ഗെയിംസിന് അഡിക്റ്റായ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ആണെങ്കിലും കുറേ പേരെ കാണാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ ഗെയിം കളിക്കും, ഫ്രീ ഫയർ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഫുൾ വോളിറ്റി വെച്ചാൽ കളിക്കുന്നത്, ചുറ്റുപാടുമുള്ള ഒരു കാര്യങ്ങളും പുള്ളി ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പം ട്രെയിനകത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ റേഞ്ച് പോകും ഇടയ്ക്ക്. അപ്പം റേഞ്ച് പോയപ്പോഴത്തേക്ക് പുള്ളി ആകെ അങ്ങ് അസ്വസ്ഥനാവുകയാണ്. അപ്പം ഇതിനൊക്കെ ഈ അഡിക്റ്റായ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ പുറത്ത് കൊണ്ടുവരാം? അല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഗെയിം കളിക്കുമ്പോൾ ചിലപ്പം തുടക്കത്തിൽ ഒരു ബോറടി മാറ്റാനായിരിക്കും കളിക്കുന്നത്, പിന്നീട് നമ്മളും അതിന് അഡിക്റ്റായിപ്പോൾ. അപ്പം അതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാം? അല്ലെങ്കിൽ ആ അഡിക്ഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? ഗെയിമിൽ നിന്നുള്ള അഡിക്ഷൻ്റെ ഔട്ടെന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ മറ്റുള്ള അഡിക്ഷൻസ് ഇല്ലേ, അഡിക്ഷൻസിന് ചെയ്യുന്ന സെയിം തെറപ്പി തന്നെ ചെയ്യണം. അല്ലാതെ ഇൻറ്റൻസ് അഡിക്ഷൻ ഉള്ളവർക്ക്, കാരണം ഈ ബ്രെയിനിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് പോണോഗ്രഫി അഡിക്ഷന് ഒരു ബ്രെയിൻ ഫങ്ഷനാലിറ്റിയും ഗെയിം അഡിക്ഷന് വേറൊരു ഫങ്ഷനാലിറ്റിയും ഡ്രഗ് അഡിക്ഷന് വേറൊരു, അങ്ങനൊന്നുമില്ല. ഇതിങ്ങനെ ഇത് കാണാതെ ഇത് തരുന്ന ആ ഒരു എനർജി, രസം അതില്ലാതെ പറ്റത്തില്ല. മറ്റേ ഡ്രഗ്സൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ശരീരത്തിലും കൂടെ എടുക്കുന്നു, പക്ഷെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിക്ക് ഓൾമോസ്റ്റ് സിമിലർ എഫക്റ്റാണ് പലപ്പോഴും വരുന്നത്. അത് എന്ത് അഡിക്ഷനായിരുന്നു. ചിലർക്ക് ഫുഡ് അഡിക്ഷനുണ്ട്, അവർക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നിർത്താനൊക്കത്തില്ല. ചിലർക്ക് മേക്കപ്പിൽ അഡിക്ഷനുണ്ട്, ചിലർക്ക് വെയിറ്റ് കുറച്ച് എത്ര കുറഞ്ഞാലും അവർക്കത് പോരാ, അതൊരു അഡിക്ഷൻ. അപ്പം ഓരോ രീതിയിലുള്ള, ചിലർക്ക് ഹോർഡിങ് എന്ന് ഞങ്ങൾ പറയും, അതായത് സാധനങ്ങൾ മേടിച്ച് കൂട്ടുക. അവർക്ക് എത്ര മേടിച്ച് കൂട്ടി 2 വീടായാലും അവർക്ക് ആ സാധനങ്ങൾ മേടിക്കുന്നത് നിർത്താൻ പറ്റത്തില്ല, അത് അവരുടെ ഒരു അഡിക്ഷനാണ്. അപ്പം ഇങ്ങനെയുള്ള അഡിക്ഷന് സാധാരണയായിട്ട് കൗൺസിലേഴ്സിനെ കണ്ട് അല്ലെ സൈക്കോളജിസ്റ്റിനെ കണ്ട് തെറപ്പി വളരെ ആവശ്യമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് കാര്യവും നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ
റോങ് എൻഗേജ്മെൻറ്റ് തരികയാണെങ്കിൽ അതാദ്യമേ അത് നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതാദ്യമേ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. പ്രിവെൻഷൻ. മാം, എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാം? ഇപ്പം അവധിക്കാലത്തൊക്കെ വെക്കേഷൻ, സമ്മർ വെക്കേഷൻ, ഓണ ഹോളിഡേയ്സ് ഒക്കെ ഫുൾ ഫ്രീയാണ്. അപ്പം ഞങ്ങൾക്ക് അതെങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് നന്നായിട്ട് വിനിയോഗിക്കാം എന്നൊന്ന് പറയാമോ? 1 ലൈൻ ആൻസർ: ഗോ ടു ദ ഓൾഡ് വേസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നോളജി ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പേ എന്താണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്? അതിലൊക്കത്തുള്ള പിള്ളേരെല്ലാം കൂടെ കളിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പം വീട്ടിലുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, കൂട്ടുകാരെല്ലാം കൂടെ കൂടും, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യും. അങ്ങനെയുള്ള ഔട്ട്ഡോർ ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ്, വീട്ടിലെ ചോഴ്സ്, അതായത് ഇപ്പം പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കുക്കിംഗ് പഠിക്കാം, ഗാർഡനുള്ളവർക്ക് ഒരു ഗാർഡനിങ് ചെയ്യാം. അങ്ങനെ നമ്മളൊരു ഡെയിലി ആക്ടിവിറ്റീസിൽ ഇപ്പം പേരൻസ് വീട്ടിലുള്ള ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും 2 പേരൻസും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അവധി കഴിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പം ഞങ്ങളവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഡെയിലി ആക്ടിവിറ്റി ലിസ്റ്റ് കൊടുക്കും. ഓക്കെ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഒരു ലിസ്റ്റ് കൊടുക്കും. ഇന്ന് ഇന്നയാൾ പാത്രം മുഴക്കും, രാവിലെ, ഉച്ചയ്ക്ക് വേറൊരാൾ പാത്രം മുഴക്കും, വൈകിട്ട് വേറൊരാൾ പാത്രം മുഴക്കും. അപ്പം പേരൻസിന് ചെയ്യാവുന്നൊരു കാര്യം. നിങ്ങളത് ചെയ്യുമ്പം അവർക്ക് വേണമെങ്കിൽ ഇച്ചിരി പൈസ കൊടുക്കാം, ഒരു എൻകറേജ്മെൻറ്റ്, ഒരു ഗിഫ്റ്റ്, ഇത്ര ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പിള്ളേരെ ഇൻവോൾവ് ചെയ്താൽ ഒത്തിരിയൊക്കെ, കാരണം വീട്ടിൽ സാധാരണ 5-6 പേരുള്ള വീട്ടിൽ ഒരുമാതിരി പണിയുണ്ട്. വീട് ക്ലീൻ ചെയ്യണം, മിറ്റമടിക്കണം. ഇവിടെ ആണെങ്കിൽ ഇപ്പം വിദേശ രാജ്യങ്ങളാണെങ്കിൽ പുല്ല് വെട്ടണം, മഞ്ഞ് വീഴുന്നിടത്താണെങ്കിൽ മഞ്ഞ് മാറ്റണം. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ നോക്കിയാൽ അങ്ങനെ ഡെയിലി പേരൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ അവരെ സഹായിക്കാനായിട്ട് നമുക്ക് പറ്റും. എന്നിട്ട് ബാക്കിയുള്ള അല്ലാതെ ഇപ്പം ഗെയിം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പം TV കാണുന്നതുമായിട്ടുള്ള ആക്ടിവിറ്റീസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഡെയിലി ആക്ടിവിറ്റീസിൽ പേരൻസിനെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി നല്ലതാണ്, നമുക്ക് മെൻ്റലി നല്ലതാണ്. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പം ഇങ്ങനെ കിടന്നുറങ്ങുമ്പം വേറെ ചിന്തകളൊന്നും നമ്മുടെ ഉള്ളിൽ വരത്തുമില്ല. അപ്പം അതൊരു നല്ല പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ പിള്ളേരോട് തന്നെ പറയും, ഇപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ള പിള്ളേർക്കാണെങ്കിൽ പേരൻസുമായിട്ട് നോക്കി കുക്ക് ചെയ്യാം. യൂട്യൂബിൽ നല്ല വീഡിയോസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റ് എല്ലാം ഉള്ളത് കൊണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ കുക്കിങ്ങിൻ്റെ നമുക്ക് ബുക്കെടുത്ത് വായിച്ച് അല്ലെങ്കിൽ അമ്മയിൽ നിന്നല്ലേ അച്ഛനിൽ തന്നെ റെസിപ്പീസ് നോക്കി എഴുതി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയ ഡിഷസ് ട്രൈ ചെയ്യുക, സേഫായിട്ടുള്ളത്. അതൊരു എൻ്റർടൈൻമെൻ്റ് ആകാം. സോയിങ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഇപ്പം അങ്ങനെയുള്ള ഒത്തിരി ഹാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെക്കാളും കൊച്ചു പിള്ളേർക്കത് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനൊരു വരുമാനമാകാം. വീഡിയോസ് ഉണ്ടാക്കാം അതിനെ ചൊല്ലി. അപ്പം അങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഒത്തിരി എൻഗേജിങ്ങും മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ എൻകറേജ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണെന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സ് എൻഗേജ്ഡ് ആകും, നമ്മുടെ ടൈമും പോകും, വീട്ടിലുള്ളവർക്കും പ്രയോജനമാണ്, നിങ്ങളുടെ ബോഡിക്കും നല്ലതാണ്, സൈക്കോളജിക്കലി നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കർശനമായ തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കർശനമായ നടപടികളാണ് എടുത്തുകൊണ്ടിരുന്നത്. കെട്ടിയിട്ടടിക്കുക, അതുപോലെ തന്നെ ബെൽറ്റ് കൊണ്ടടിക്കുക, അതുപോലെ ഭയങ്കര കർശനമായ നടപടികളാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് വടി കൊണ്ടടിച്ചാൽ പോലും അതൊരു അബ്യൂസാണ്. അതുകൊണ്ട് കുട്ടികൾ അതിന് പോലും പോലീസ് കേസിന് വേണ്ടി പോകുന്ന പോലും ഞാൻ പല വാർത്തകളിലും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ വളർച്ച മൂലം കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച അറിവുകൾ മൂലമായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ അച്ചടക്കം എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും? നമുക്കൊരു രീതിയിൽ അവരെ അബ്യൂസ് അല്ലെങ്കിൽ അവർക്ക് അബ്യൂസായിട്ട് തോന്നാതെ തന്നെ എങ്ങനെ അച്ചടക്കം അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന്? അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ പറയും പണ്ടൊക്കെ നമ്മളെ പഴയ ആളുകൾ കെട്ടിയിട്ടടിച്ചിട്ടുണ്ട്, ബെൽറ്റ് ഇട്ടടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ തിരിഞ്ഞു നിന്ന് ചിന്തിക്കാറുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എൻ അഡൾട്ട്, സത്യം പറഞ്ഞാൽ
നമുക്കൊക്കെ ആ ശിക്ഷണം കൊണ്ട് എത്രത്തോളം പ്രയോജനം, അത്രയും കഠിനമായി ശിക്ഷിക്കണമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരു പേരൻ്റായിരിക്കുന്ന എൻ്റെ ഉത്തരം നോ എന്നാ. സൈക്കോളജിയിൽ നോക്കുമ്പോഴും റിസർച്ച് പറയുന്നത് അങ്ങനെയുള്ള ശിക്ഷണങ്ങൾക്കൊരു എഫക്റ്റ് ഉണ്ട്, പക്ഷേ അതൊരു ഷോർട്ട് ലീവ്ഡ് എഫക്റ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുമ്പം നമുക്കൊരു ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ വേണോ അതോ ഒരു ലോങ് ലീവ്ഡ് റിലേഷൻഷിപ്പ് വേണോ എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പം കെട്ടിയിട്ട് അടിച്ചു, അല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടടിച്ചു, ചിലരെ കേട്ടിട്ടുണ്ട് ചട്ടുകം പഴിപ്പിച്ച് വെച്ചിട്ട് ഉള്ള അനുഭവങ്ങൾ ചിലരുടെ. അതിൽ നിന്നൊക്കെ നമ്മളൊരു ഫിയറാണ് കൊണ്ടുവരുന്നത്. ബിബിളിക്കലി വചനം നമ്മളോട് അനുശാസിക്കുന്നത് വടി ഉപയോഗിക്കാത്തവൻ മക്കളെ പകയ്ക്കുന്നു. എടാ, മനുഷ്യരെ പിള്ളേരെ അടിച്ചു കൊല്ലാൻ ബൈബിളിൽ പറയുന്നുണ്ടോ? വടി ഉപയോഗിക്കാത്തവൻ മക്കളെ പകയ്ക്കുന്നു എന്നേ പറയുന്നുള്ളൂ. അടിച്ചടിച്ചടിച്ച് ചോര പൊടിക്കണമെന്ന് ബൈബിളിൽ പറയുന്നില്ല. അപ്പം വടി എന്ന് പറയുന്നത് ശിക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ശിക്ഷണം മക്കളെ നേർവഴിക്ക് നടത്തി അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ് ദൈവം നോക്കുന്നത്. അപ്പം നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുമ്പോൾ, ആ ദൈവത്തെ ദൃഷ്ടാന്തമായി വെക്കുമ്പം, നമ്മൾ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുമ്പം നമുക്കും ആ ഡിസിപ്ലിൻ ചെയ്യുമ്പം എത്രത്തോളം ക്ഷമയുണ്ട് അവർ തിരിച്ച് മടങ്ങി വരാൻ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ കാലഘട്ടത്തിലും ഞാൻ പറയുന്നത്, ഇപ്പം എൻ്റെ പിള്ളേരെ കെട്ടിയിട്ടടിച്ചാൽ നാളെ അവർ പറയും പോയി പണി നോക്കാൻ. അങ്ങനത്തെ ഒരു ജനറേഷൻ നമ്മളിന്ന് ജീവിക്കുന്നത്. അബ്യൂസിന് കംപ്ലൈൻറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവർ പറയും, അവരെന്താ പറയുന്നത്, അവർ പറയും നിങ്ങളെന്നെ കെട്ടിയിട്ടടിച്ചു, നിങ്ങൾ എന്നിട്ട് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നും പറയും. ഇത് എവിടുത്തെ സ്നേഹമാണ് എന്ന് ഇന്നത്തെ ജനറേഷൻ ചോദിക്കും. പണ്ട് ഒരു 35 ഇയേഴ്സ് മുമ്പേ പലർക്കും അതിനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനെ അല്ല. അപ്പം നമുക്കൊരിക്കലും ഒന്ന് പറയാനൊക്കത്തില്ല, എൻ്റെ അപ്പനെ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ ഇങ്ങനെ തല്ലി, എൻ്റെ അപ്പൻ്റെ അപ്പൻ എൻ്റെ അപ്പനെ ഇങ്ങനെ തല്ലി, അവരാരും ചോദ്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പം മീഡിയ വളർന്നു, അവയർനെസ് വളർന്നു, പിള്ളേർക്ക് എഡ്യൂക്കേഷനായി, അതുകൊണ്ട് പിള്ളേരതൊക്കെ ചോദ്യം ചെയ്യും. അപ്പം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന മിഷൻ എന്ന് പറയുന്നത് എന്ത് യൂസ് ചെയ്താലും, ഇപ്പം ചെറിയ പ്രായങ്ങളിൽ വടി ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. അതൊരു മോഡ് ഓഫ് ഡിസിപ്ലിൻ, അല്ലെ ടൈം ഔട്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ ടൈം ഔട്ടിങ് നമ്മളെപ്പോഴും പറയും, ടൈം ഔട്ട് ആരാ അവിടെ മൂലയ്ക്ക് പോയിരിക്കുന്നത്. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്, ടൈം ഔട്ട് ഇരുത്തിയാൽ അവിടുന്ന് പിള്ളേർ ഒരെണ്ണം അനങ്ങാതെ അവർക്കത് ചെയ്യാൻ അറിയാം. അങ്ങനെ ടൈം ഔട്ട് നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല. നമ്മുടെ ആളുകൾ വടി ഉപയോഗിച്ചാണ് ശീലിച്ചിട്ടുള്ളത്. പക്ഷെ വിദേശത്തുള്ളവരും ഡിസിപ്ലിൻ ചെയ്യും അവരുടെ കുഞ്ഞുങ്ങളെ. ടൈം ഔട്ട് വെച്ച് മാത്രം കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈതർ ഓർ നമ്മുടെ ദേഷ്യം കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ടൈം ഔട്ട് ചെയ്താൽ, അല്ല നമ്മുടെ ദേഷ്യം കൊണ്ട് കുഞ്ഞുങ്ങളെ അടിച്ച് വടി ഒടിച്ച് അവരുടെ ദേഹത്തുനിന്ന് ചോര പൊടിഞ്ഞാൽ അത് ഒരു റിവെഞ്ച്, അല്ലെങ്കിൽ അതൊരു ഭയം. ചിലയിടത്ത് റിവെഞ്ച് ഉളവാക്കും. അപ്പം പിള്ളേർ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് അല്ലേ അത് ഭയമാണ്. മക്കൾക്ക് 50 വയസ്സായാലും ഈ 90 വയസ്സുള്ള അപ്പനെ പേടിയാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? എൻ്റെ ഫാദർ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, സ്നേഹം കൊണ്ട് ഒരാളെ ബഹുമാനിക്കുന്നതും ഭയം കൊണ്ട് ഒരാളെ ബഹുമാനിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് വരുന്ന ബഹുമാനവും വേറൊരു നിർവാഹവുമില്ലാതെ ഭയപ്പെട്ട് ബഹുമാനിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു മാതൃക പിന്തുടർന്നാൽ
ഞാൻ പറയുന്ന കൾച്ചർ ഒരു ഇഷ്യൂ അല്ല. നമ്മളിവിടെ ജീവിക്കുന്നോ, അമേരിക്കയിൽ ജീവിക്കുന്നോ, യൂറോപ്പിൽ ജീവിക്കുന്നോ, ദൈവത്തിന് കൾച്ചറോ വ്യക്തികളോ ഒന്നും പക്ഷാഭേദമില്ലാത്ത ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളെ ഓരോ സമയത്തും ബാലശിക്ഷ നടത്തുന്ന നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ് ദൈവം നോക്കുന്നത്. അപ്പം കോർ ഓഫ് പേരൻറ്റിങ് ഈസ് ഓൾവേസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ചൈൽഡ്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ശിക്ഷയും പാടില്ലെന്നുള്ളതാണ് സൈക്കോളജി. ഞാൻ പറയുന്നതല്ല, സൈക്കോളജിസ്റ്റ്. ദൈവവും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ദൈവമായിട്ടൊരിക്കലും ഇസ്രായേലും അല്ലെ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ദൈവം ബ്രേക്ക് ചെയ്യാറില്ല, നമ്മളാ ബ്രേക്ക് ചെയ്യുന്നത്. ദൈവം എപ്പോഴും പിന്നെയും ദീർഘക്ഷമയോടെ ബാലശിക്ഷ തന്ന് നമ്മളെ അടുപ്പിക്കാനാണ്, അല്ലാതെ നീ അങ്ങ് പൊക്കോന്ന് പറഞ്ഞ് അടിച്ച് നമ്മളെ വിടുകയല്ല ചെയ്യുന്നത്. അപ്പം പിള്ളേരെ നമ്മൾ പേരൻ്റ് ചെയ്യുമ്പോഴും ശിക്ഷിക്കുമ്പോഴും ആ ഒരു ഫോക്കസിൽ നമ്മൾ ചെയ്താൽ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം പിള്ളേർ ചിലപ്പോൾ നമ്മൾ പറയുന്നതിന് ദേഷ്യപ്പെട്ട് കേട്ടില്ലെങ്കിലും അവരുടെ ഒരു ബാഡ് ചോയ്സ് കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത് എന്ന ബോധ്യം അവർക്ക് വരുമ്പോൾ അവർ തിരിച്ചു വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള ഇത് ചെയ്യുന്നതാണ് എപ്പോഴും ലോങ് ടേം ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നല്ലതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ മാഡം, ആദ്യം ഞാനൊരു ചോദ്യം ചോദിച്ചു, അതും ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വന്നത്. അപ്പം മാഡം പറഞ്ഞതിനകത്ത് ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിപ്ലിൻ്റെ ഒരു പാറ്റേൺ, അതാണ് കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഈ ഡിസിപ്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താനും ചൂണ്ടിക്കാണിക്കാനും ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ജനറലി നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈവൻ സൈക്കോളജി ബേസിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ മെയിൻ ഒരു റോൾ എന്ന് പറയുന്നത് 3 to 6 ഇയർ, 3 മുതൽ 6 വയസ്സ് വരെയുള്ള ടൈമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ശിക്ഷണങ്ങൾ കൃത്യമായും കുഞ്ഞുങ്ങൾക്ക് അവരെ നമുക്ക്, അതായത് ആ ഒരു പ്രായത്തിൽ നമുക്ക് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരുപക്ഷെ അല്പം കൂടെ മുതിർന്നു കഴിഞ്ഞാൽ മുതിർന്ന പിള്ളേരെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും പേരൻസിന്. പക്ഷേ ആ ഒരു കുറച്ചുകൂടി കുഞ്ഞു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ 3 to 6 എന്ന് പറയുന്നൊരു ഏജിൽ നമുക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതിനുള്ള ഒരു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 3 to 6 ഇയേഴ്സ് എന്ന് പറയുമ്പം ഓരോ കുഞ്ഞുങ്ങളുടെയും ബുദ്ധിയുടെയും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും വ്യത്യസ്തമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെയല്ല. അപ്പോൾ മാതാപിതാക്കന്മാരായ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പോൾ ഒരു സാധനം ഇരിപ്പുണ്ട്, നമ്മൾ നമ്മുടെ കുഞ്ഞിനോട് പറയും ആ സാധനത്തെ തൊടരുത്, കൈ പൊള്ളും. ഇപ്പോൾ ചൂടുള്ളൊരു സാധനം കൈ പൊള്ളും. പല പ്രാവശ്യം പറഞ്ഞിട്ടും കുഞ്ഞിന് കൈ തൊടണം, കൈ തൊടണം. അപ്പോൾ അപകടം ഉള്ള പ്ലേസ് ആണെങ്കിൽ, അതായത് കുഞ്ഞിൻ്റെ ജീവൻ അപകടമുള്ളതാണെങ്കിൽ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. ഞങ്ങളെപ്പോഴും പറയുന്നത് അതൊരു എമർജൻസി കേസാണ്. ആ സാഹചര്യം നമ്മൾ പിള്ളേർക്ക് ചോയ്സ് കൊടുക്കത്തില്ല. അവരെ അവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ആ പ്രായത്തിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യണം. എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞ് അനുസരിക്കുന്നില്ല എങ്കിൽ ആ 3 to 6 ഇയേഴ്സിൽ നമുക്ക് ടൈം ഔട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അടി കൊടുക്കാം. ഇത്രയും വലിയ കമ്മ്യൂണിക്കേഷൻ ചിലപ്പം പറ്റത്തില്ല 3 to 6 ഇയേഴ്സിൽ ഇല്ലേ. അപ്പം ചിലപ്പോൾ ഒരു അടി കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം അവർക്കുള്ളൊരു ടോയ് എടുത്ത് മാറ്റിയിട്ട് ഇത് തരത്തില്ല, പറഞ്ഞാൽ കേട്ടാലേ തരത്തുള്ളൂ. അപ്പം അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ഓർക്കണം, പേരൻറ്റ് ലീഡ്സ് ദ ചൈൽഡ് ഡസൻ ലീഡ് ദ പേരൻറ്റ്. മാതാപിതാക്കന്മാരാണ് കുട്ടികളെ വഴി നടത്തേണ്ടത്, കുട്ടികൾ മാതാപിതാക്കന്മാരെ വഴി നടത്തരുത്. അതപ്പം ബിബ്ലിക്കൽ ഓർഡർ തെറ്റും. അത് തെറ്റിയാൽ വലിയ പ്രശ്നമാണ്. മാതാപിതാക്കന്മാർ കുട്ടികളെ നയിക്കണം. അപ്പം ചിലപ്പം കുഞ്ഞുങ്ങൾ കരയും, നിർബന്ധം പിടിച്ച് കരയും. എൻ്റെയൊക്കെ കൊച്ചുങ്ങൾ അവർക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടാത്തൊരു സാധനമാണ് നമ്മൾ ആ ഏജിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നിലത്ത് ഉരുണ്ട് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. വളരെ നമുക്ക് പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ വളരെ നാണക്കേടല്ലേ അത്. ഒരു കൊച്ചു സാധനം വേണം,
അത് വേണ്ടാത്ത സാധനമല്ല, വീട്ടിലതിൻ്റെ 2 എണ്ണം ഉണ്ട്, എനിക്കിപ്പം തന്നെ അത് വേണം, നിർബന്ധമാണ്. ആ ഏജിലൊക്കെ കൂടുതൽ അങ്ങനത്തെ നിർബന്ധങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉരുട്ട് കിടന്ന് കരയാൻ പറയും, അല്ല ഇപ്പം എന്തോ ഇന്ന് പറഞ്ഞു പറ്റത്തില്ല, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, ഒരു ചോയ്സും ഇല്ല, ഞാൻ നടക്കുക, അവിടെ നിന്ന് ഉരുണ്ട് കിടന്ന് കളഞ്ഞോളാൻ പറയും. ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് ഭയങ്കര നാണക്കേടാ. 2 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. അപ്പം അവർ നോക്കുന്നത് ഇതൊരു സൈക്കോളജിയുടെ ഭാഗമാണ്. ഞങ്ങളതിനെ പവർ സ്ട്രഗിൾ എന്നാണ് പറയുന്നത്. എനിക്കാണോ പവർ, നിനക്കാണോ പവർ, എനിക്കാണോ പവർ, നിനക്കാണോ പവർ. ഇത് ആജീവനാന്തമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ പറയും ലെറ്റ്സ് ഷെയർ ദ പവർ. എമർജൻസി വരുമ്പം എല്ലാ പവറും മാതാപിതാക്കന്മാർക്കാണ്. എമർജൻസി അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ പറയും ഇത് വാങ്ങിക്കാൻ ഒക്കത്തില്ല, നമ്മുടെ വീട്ടിൽ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ഇത് ആവശ്യമില്ല, അതുകൊണ്ട് നിനക്ക് എഴുന്നേറ്റിൻ്റെ കൂടെ വരാം, നല്ല എവിടെ കിടന്ന് കരയാം. ഇതിലേതെങ്കിലും ഒരു ചോയ്സ്. അല്ല നമ്മളവിടെ കിടന്ന് ഈ മനുഷ്യരെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. മനുഷ്യരെല്ലാം നോക്കുന്നുള്ള ബുദ്ധിമുട്ടിൽ നമ്മളും കിടന്ന് അലച്ചു, നമ്മൾ മേടിച്ചു കൊടുത്ത ഈ അന്നേരം പഠിക്കുന്നത് ഐ ആം പവർഫുൾ. നാളെ ഞാൻ ഇതിലും വലിയ കാര്യം ചെയ്താൽ അവർ ചെയ്യും. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അവർ ശരിക്കും ചെയ്യും. പിള്ളേർ മിടുക്കരാ. അപ്പം ബൈബിളിൽ കൂടെ നോക്കുമ്പം അത് ആഡമിക് നേച്ചറാണ്, അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്കറിയാം അത് ചെയ്യാൻ. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ആ ഏജിൽ ഡിസിപ്ലിൻ ചെയ്യുമ്പം അമ്മയോട് വന്നൊരു കാര്യം ചോദിച്ചു, അമ്മ പറഞ്ഞു അത് പറ്റത്തില്ല, നമുക്കിപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പൻ ഒരിക്കലും യേസ് പറയരുത്. അപ്പൻ നോ പറഞ്ഞാൽ അമ്മയും യേസ് പറയരുത്. പിള്ളേർ ആ പ്രായത്തിൽ മാത്രമല്ല, പിന്നെ വളരുമ്പോഴും പിള്ളേർ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യം ഈ പേരൻസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം ഇവർക്ക് ഇവരുടെ കാര്യം സാധിക്കണമല്ലോ. അപ്പം ആ ഒരു കാര്യത്തിൽ പേരൻസ് യൂണിറ്റിയോടെ നിൽക്കണം. അപ്പൻ നോ പറഞ്ഞാൽ അമ്മ ഫുള്ളായിട്ട് എഗ്രി ചെയ്തില്ലെങ്കിൽ പോലും പിള്ളേരുടെ മുന്നിൽ വെച്ച് അല്ലാതെ നീ പോയി ചെയ്തോളാൻ പറയല്ലോ ഒരിക്കലും. അവർക്ക് അമ്മയ്ക്ക് പിന്നെ അപ്പനോട് പറയാം, അടുത്ത പ്രാവശ്യം അത്രയും കട്ടിക്കെടുക്കണ്ട, നമുക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഇവിടെ അത് തെറ്റായിപ്പോയല്ലേ, അടുത്ത പ്രാവശ്യം അവർക്കത് പ്രൈവറ്റായിട്ട് പറയാം. ഒരിക്കലും അമ്മ ചെയ്യണ്ട എന്ന് പറഞ്ഞതിന് അപ്പൻ യെസ് പറയുകയും അപ്പൻ ചെയ്യണ്ട എന്ന് പറഞ്ഞതിന് അമ്മ ചെയ്തോളാൻ പറയുകയും ചെയ്യുന്നിടത്ത് ഓൾറെഡി ഫാമിലി ഈസ് ഡിവൈഡഡ്. അങ്ങനെ വരുമ്പം പിള്ളേർ എപ്പോഴും ആ ടാക്റ്റിക്ക് തന്നെ എത്ര വലുതായാലും ഉപയോഗിക്കും. മാതാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഡിസിപ്ലിനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഈവൻ 3 years ഓൾഡിൽ. ഞാൻ പേഴ്സണലി അത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അറിയാതെ ഞങ്ങൾ 2 സ്ഥലത്താണ്, എന്നോട് വന്ന് ചോദിച്ചിട്ട് ഞാൻ നോ പറഞ്ഞ സ്ഥാനത്ത് എന്നോട് ചോദിച്ചെന്ന് പറയാതെ പോയി അപ്പനോട് ചോദിക്കും, 4 വയസ്സൊക്കെ ഉള്ള പിള്ളേർ. അപ്പം ഇപ്പം 2 പേരുടെ ഉത്തരം എപ്പോഴും സെയിം ആണോന്നില്ലല്ലോ. അപ്പോൾ ഉടനെ അവർ അതേ എന്നിട്ട് നമ്മൾ ചോദിക്കും, പറയും അപ്പ പറഞ്ഞ് ചെയ്തോളാൻ, പിന്നെ അമ്മ എന്തിനാ പറയുന്നത്. അപ്പം ആ ഒരു കാര്യം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു യൂണിറ്റിയും ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം മെയിൻ ഇതെന്ന് പറഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം, എസ്പെഷ്യലി 3 to 6 years കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൻറ്റ് ലീഡ് ദ ചൈൽഡ് ഡോണ്ട് ലീഡ് ദ പേരൻറ്റ്. അതിപ്പോൾ ഇച്ചിരി കരഞ്ഞാലും ബഹളം വെച്ചാലും സാധനം എറിഞ്ഞാലും നോ എന്നുള്ളതാ ഇവിടുത്തെ റീസൺ. ഇതുകൊണ്ടാണ് നോ പറയുന്നത് വെച്ചാൽ നമ്മളത് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എപ്പോഴും അവിടെ ആ പവർ സ്ട്രഗിളിൽ അവരടുത്ത പ്രാവശ്യം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസസ്. ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ടൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഈ ഡിസിപ്ലിൻ എന്നുള്ള കാര്യം പ്രധാനമായും ചില സിറ്റുവേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഒരു തെറ്റ് കണ്ടു, ആ സമയത്താണ് നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എല്ലാ പ്രായത്തിലും അത് ആപ്ലിക്കബിൾ ആയിരിക്കാം. എന്നാലും ഈ ഒരു പ്രായത്തിൽ നമ്മൾ പ്രത്യേകിച്ച് 3 to 6 ആ ഒരു ഏജ് ഗ്രൂപ്പിനെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു കുട്ടി ഒരു തെറ്റ് കാണിച്ചു, ആ സമയത്ത് നമ്മൾ ഒരുപക്ഷെ അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരവസരത്തിൽ, അതായത് ആ ഒരു നല്ലൊരു മോഡിൽ അല്ലെങ്കിൽ കുഞ്ഞ് നന്നായി ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു കൃത്യമായി സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? എത്രത്തോളം അത് ആപ്ലിക്കബിൾ ആയിരിക്കും? അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മാഡം ഒരു
സൈക്കോളജിസ്റ്റൂടെ ആയതുകൊണ്ട്, കൗൺസിലർ ആയതുകൊണ്ട് എക്സ്പീരിയൻസുകളിൽ നിന്ന് അതിനെക്കുറിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഇപ്പോൾ പറഞ്ഞതുപോലെ ഉള്ള നിർബന്ധ ബുദ്ധി, അത് ഈ ജനറേഷനിൽ നിന്ന് പാസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു ചിന്താഗതി ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് പെർസെൻറ്റേജ് എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മൾ ഈ 3 to 6 ഏജിൽ പിള്ളേരെ ഡിസിപ്ലിൻ ചെയ്യുമ്പം അവരിപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം തെറ്റ് ചെയ്തു, നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു, അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ലീഡ് ചെയ്തു, ആ കാര്യം സോൾവായി. ഓക്കെ, നെക്സ്റ്റ് ടൈം അതേ സിറ്റുവേഷൻ വരുമ്പം അവർ അത് ചെയ്യുന്നതിന് പകരം റൈറ്റായിട്ടൊരു ഡിസിഷൻ എടുത്തെന്ന് വെച്ചോ, അപ്പം അവർ എൻകറേജ് ചെയ്യുകയും അവർക്കുള്ളൊരു റിവാർഡ് കൊടുക്കുകയും ചെയ്താൽ അത് അവർക്കൊരു എൻകറേജ്മെൻറ്റ്, അത് പിള്ളേർ ഓർത്തിരിക്കും. ഞങ്ങളതിന് ബിഹേവിയറൽ തെറപ്പി എന്നാണ് പറയുന്നത്. അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂടെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരിത് ശരിയായിട്ട് ചെയ്യുമ്പം അത് അവർക്കൊന്നിലൊരു ഹഗ് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് പറയാൻ, നീ അത് ചെയ്തു, ഐ എം വെരി പ്രൗഡ് ഓഫ് യു, നന്നായി ചെയ്തു, അതിന് ഞാൻ വളരെ അഭിമാനിക്കുന്നു, അങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ എന്താണോ, ഓരോ കുഞ്ഞുങ്ങളും ഓരോ രീതി, ചിലർക്ക് ഹഗ്ഗാ, ചിലർക്കൊരു മുട്ടായി ആയിരിക്കും, ചിലർക്കത് വോക്കലി പറയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളിനെ എങ്ങനെയാണോ അപ്രീസിയേഷൻ വർക്ക് ചെയ്യുന്നത്, ഓരോ കുഞ്ഞും ഈവൻ 3 years മുതൽ പോലും ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. ആ കുഞ്ഞിന് എങ്ങനെയാണോ അപ്രീസിയേഷൻ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ അവരെ അപ്രീസിയേറ്റ് ചെയ്യുന്നതാണ് ഒന്ന്, അത് കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ സംഭവിച്ചു, ഒരു വലിയ ബഹളം കഴിഞ്ഞു, എല്ലാം ശാന്തമായി, എല്ലാം ശാന്തം, ഒരു നല്ല മൂഡിലിരിക്കുമ്പം അവർക്ക് നമുക്ക് കളിയിൽ കൂടെ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്തു, ഇതിനാണ് നടി തന്നത്, അല്ല ഇതിനാണ് വഴക്ക് പറഞ്ഞത്, നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. അപ്പം ഈ 3 to 6 yearsൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അന്നേരം മനസ്സിലാവും, പിന്നെ അവർ മറന്നുപോകും. അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളിയിൽ കൂടെ, കാർട്ടൂണിൽ കൂടെ, ബുക്സ് ഉണ്ട് ഇപ്പോൾ ഒത്തിരി. ഇപ്പോൾ ആങ്കർ ഉള്ള പിള്ളേർക്ക് ആങ്കറിൻ്റെ ഒരു ബുക്കുണ്ട്, പല പല ബുക്സ് ഉണ്ട്, ആളുകളിങ്ങനെ എഴുതി. അപ്പം പിള്ളേർക്കത് വായിച്ചു കൊടുക്കുമ്പം കാർട്ടൂൺ ക്യാരക്ടേഴ്സിൽ കൂടെ കാണുന്ന പോലെ. ഞങ്ങളുടെ പിള്ളേർ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ബുക്കുണ്ടായിരുന്നു, മൈനസോറസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈനസോർ, എല്ലാം എൻ്റേതാണ്, മൈൻ 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 എന്ന് പറഞ്ഞ് സെൽഫിഷ്നെസ്സിനെ കുറിച്ചൊരു സ്റ്റോറി പറഞ്ഞോട്. അങ്ങനെ നമ്മളും ചെറുപ്പം മുതലേ ഒത്തിരി ഫേബിൾസും ഒത്തിരി മോറൽ സ്റ്റോറീസും കേൾക്കത്തില്ല. ആ മോറൽ സ്റ്റോറീസിൻ്റെ എല്ലാം പർപ്പസുകൾ എന്താണ്, ഇവരോട് പറയാണ് ഇങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യില്ലെന്ന് പറയുന്നതിനാണ് ഈ മോറൽ സ്റ്റോറീസ്. അതിൻ്റെ ഇപ്പോൾ ഒത്തിരി കാർട്ടൂൺ വേർഷൻസും ബുക്സ് തന്നെ ഒത്തിരി കോമിക് വേർഷൻസും ഒക്കെ ഉണ്ട്. അത് വായിച്ചു കൊടുക്കുന്ന ഒരു നല്ല എക്സാമ്പിളാണ്, പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല എക്സാമ്പിളാണ്. തേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഒരേ ബാഡ് ബിഹേവിയർ കാണിക്കുന്ന പിള്ളേർക്ക് ബിഹേവിയറൽ തെറപ്പിയിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ടോക്കൺ ഇക്കോണമി. ടോക്കൺ ഇക്കോണമി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില പിള്ളേർക്ക് ദേഷ്യം വരുമ്പോൾ സാധനം എടുത്തെറിയും. എക്സാമ്പിളെ, സാധനം എടുത്തെറിയും, എപ്പം ദേഷ്യം വന്നാലും സാധനം എടുത്ത് വലിച്ചെറിയും. അങ്ങനെയുള്ള അത് മിക്കവാറും ഈ 3 to 6 to 7 years ഉള്ള പിള്ളേരാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കൊച്ചിനെ അത് നിർത്താൻ നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഒരാഴ്ചത്തേക്ക് നീ ഇങ്ങനെ സാധനം എടുത്തെറിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു സ്റ്റിക്കർ തരും. അല്ലെ എല്ലാ ദിവസവും ഒത്തിരി പ്രാവശ്യം ചെയ്യുന്നവർക്കാണെങ്കിൽ ഇന്ന് ഹോൾ ഡേ ചെയ്തില്ലെങ്കിൽ ഞാനൊരു സ്റ്റിക്കർ തരും. അല്ല ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, അതിന് ടോക്കൺ എന്നാണ് പറയുന്നത്, ഒരു ടോക്കൺ തരും. ഇത്ര ടോക്കൺ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗിഫ്റ്റ് മേടിക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ബ്രെയിനിന് ലുക്ക് ഫോർവേഡ് ചെയ്യാനൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അതൊരു വളരെ ഈ ഏജിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആ ഒരു മെത്തേഡ്. അപ്പം ഈ കാര്യമാണ് ഏറ്റവും കൂടുതൽ ബിഹേവിയറൽ തെറപ്പിയാണ് ഈ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പേരൻസിന് അഡ്വൈസ് ചെയ്യുന്നതും ഇങ്ങനെ ടോക്കൺ ഇക്കോണമി പോലുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ ചെയ്യാനായിട്ട് നമ്മളേറ്റവും കൂടുതൽ പറയുന്നത്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളത് ഇങ്ങനെ നമ്മൾ മറ്റേ വലിയ പിള്ളേരോട് പറയുന്നത് പോലെ മറ്റുള്ളത് വർക്ക് ചെയ്യത്തില്ല. രണ്ടാമതൊരു ചോദ്യം കൂടെ ഞാൻ അതിനോടൊപ്പം ആഡ് ചെയ്തിരുന്നു, ഈ ജനറ്റിക് നർച്ചർ ആൻഡ് നേച്ചർ. അപ്പം അതിന് പല സൈക്കോളജിസ്റ്റിനും പല അഭിപ്രായമുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. നേച്ചറിന് ഒരു
ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭൂരിഭാഗം സൈക്കോളജിസ്റ്റും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നർച്ചർ, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും നേച്ചറിന്. അതിൻ്റെ പിന്നെ സ്പിരിച്വൽ സൈഡ് എന്ന് പറയുമ്പം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിൽ വന്നാൽ ഈ പഴയതൊക്കെ പോയിട്ട് പുതിയൊരു അഭ്യസനത്തിലേക്ക്, ബൈബിൾ തന്നെ അതാ പറയുന്നത്. അപ്പം നേച്ചർ ഹാസ് ആൻ ഇൻഫ്ലുവൻസ്. ആ ഇൻഫ്ലുവൻസ് നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ജെനറ്റിക്സ്, ദാറ്റ് ഈസ് പാസ്ഡ് ഓൺ അല്ലേ. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷേ നർച്ചറിങ്ങിൽ കൂടെ, ഇവൻ നമ്മളൊരു വിശ്വാസിയല്ലേ പോലും, നർച്ചറിങ്ങിൽ കൂടെ അതിന് ഒത്തിരി മാറ്റങ്ങൾ വരാം. പിന്നെ സ്പിരിച്വലി നമ്മൾ ഇങ്ങനെ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായൊരു ചേഞ്ചും നമുക്ക് വരാം. മാഡം, എനിക്ക് ചോദിക്കാനുള്ളത് കുഞ്ഞുങ്ങളുടെ പഠനത്തെക്കുറിച്ചാണ്. അപ്പം കുട്ടികൾ പഠിക്കുമ്പോൾ അവർ കൂടുതൽ സമയം പഠിച്ചാലും പിന്നെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ആൻസർ പഠിച്ചതുപോലെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്താണെന്ന് പറയാമോ? അപ്പം ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല എങ്കിൽ, അതായത് ന്യൂറോളജിക്കലി ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ, ചിലർക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേസ് കാണാം, ചിലർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് കാണാം, ഇപ്പം ഡിസ്ലെക്സിയ പോലുള്ള കാര്യങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്യണം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിലാകുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ രീതിക്ക് ഇപ്പം സ്കൂളുകളിലൊന്നും, ഇപ്പം അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്കൂളുകളിൽ അവർ ഇപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ കാണുക, ഒരു കുട്ടി ഇങ്ങനെ ഒരു പുവർ പെർഫോമൻസ് ആണ്, അപ്പം അവർ പല രീതിയിൽ പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല, അവർ ഓർത്തിരിക്കുന്നില്ല, അല്ലെ അവർക്ക് ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിങ്സ് ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ADHD കാണും, അതുകൊണ്ട് കോൺസെൻട്രേഷന് പ്രശ്നം കാണും. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്തപ്പം നമുക്ക് മൊത്തം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് ഡിസ്ലെക്സിയ കാണും, ചിലർക്ക് അല്ലാത്ത ലേണിംഗ് ഡിസബിലിറ്റീസ് കാണും. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനൊരു ഇവാലുവേഷൻ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും ചിലർക്ക് ഇച്ചിരി മെഡിസിനും കൂടെ വേണ്ട വരും ചില കേസസിൽ, എല്ലാ കേസസിലും അല്ല. അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും തന്നാൽ അവർക്കൊത്തിരി വ്യത്യാസങ്ങൾ ഓൾറെഡി അവരുടെ വിദ്യാഭ്യാസത്തിൽ വരും. അപ്പം അതാണ് ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് വിചാരിക്കട്ടെ, ചെറിയ എന്തെങ്കിലുമൊക്കെ ഉള്ള, കാര്യമായിട്ടുള്ള ഡിസബിലിറ്റീസ് ഒന്നും, ലേണിംഗ് ഡിസബിലിറ്റീസ് ഒന്നും ഇല്ല എന്നിട്ട് മറന്നു പോവുകയാണെങ്കിൽ ചെയ്യാവുന്ന ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറയുക. പിന്നെ ഈ ലേണേഴ്സും അല്ല ലേണിങ്ങും പലർക്കും പല രീതിയാണ്. ചിലർ വിഷ്വൽ ലേണേഴ്സാണ്, ചിലർ ഓഡിറ്ററി ലേണേഴ്സാണ്, ചിലർ കോമ്പിനേഷൻ ലേണേഴ്സാണ്. അതായത് ചിലർക്ക് സാധനങ്ങൾ കണ്ട് പഠിക്കണം, ചിലർക്ക് കേട്ട് പഠിക്കണം, ചിലർക്ക് രണ്ടും കൂടെ വേണം. അപ്പം എങ്ങനെയുള്ള ലേണേഴ്സ് ആണെന്നുള്ളത് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കൊരു സാധനം നോക്കി വായിക്കുന്നതാണോ, ചിലർ കണ്ടിട്ടില്ല ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതി, അവർക്കെല്ലാം മനസ്സിൽ പതിയും. ചിലർക്ക് ഉറക്ക വായിച്ച് പഠിക്കണം, അവർ ഓഡിറ്ററി ലേണേഴ്സാണ്, അവർക്കിത് കേട്ട് ഒത്തിരിയും പേർക്ക് കോമ്പിനേഷൻ, അവർക്ക് നോക്കുകയും ചെയ്യണം വായിക്കുകയും ചെയ്യണം, നോക്കുകയും ചെയ്യണം വായിക്കുകയും ചെയ്യണം, അങ്ങനെ. അപ്പം ഒന്ന് നമ്മൾ എങ്ങനത്തെ ലേണറാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലാതെ ഞാൻ വായിച്ച് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് കൊച്ചിനോട് നമ്മൾ വായിച്ച് പഠിക്കുമോ എന്ന് പറഞ്ഞാൽ അതായിരിക്കത്തില്ല, ആ ഒരു ലേണർ ആയിരിക്കത്തില്ല. അപ്പം ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഏത് ടൈപ്പ് ലേണറാണെന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതുപോലെ നമ്മുടെ ലേണിംഗ് പാറ്റേൺ മാറ്റണം. പിന്നെ വേറൊരു കാര്യം, ഓർത്തിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മളൊരു കാര്യം പഠിച്ചു, ഇപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷനാലിറ്റി പഠിച്ചു, ഇന്ന ബ്രെയിനിന് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ സ്ട്രക്ചർ ഇന്നതാണെന്ന് പഠിച്ചു. എങ്ങനെ ഓർത്തിരിക്കുന്ന പുതിയ പേരുകളാണ്.
അപ്പം നമുക്ക് ഒന്നിൽ അറിയാവുന്ന ആരുടെയും പേരുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്യുക. അതാണ് ലേണിംഗ് സ്ട്രാറ്റജി. അപ്പം അങ്ങനെ നമ്മൾ ഒരു ലേണിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ പലപ്പോഴും നമ്മൾ മറക്കാതെ ഓർത്തിരിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ പഠിക്കുമ്പം ബ്രേക്സ് എടുക്കുക. നമ്മൾ ടയേർഡായി ബ്രെയിൻ ടയേർഡായി കഴിയുമ്പം എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒന്നെങ്കിൽ എന്തെങ്കിലും കുടിക്കുക, നടക്കുക, അല്ല ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ ബ്രേക്സ് എടുത്ത് പഠിക്കുക. പിന്നെ ചിലർക്ക് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ഫ്ലാഷ് കാർഡ്സിൽ എഴുതി വെക്കുക, റൈറ്റ് ചെയ്ത് മെയിൻ പോയിൻറ്റ്സ് റൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് പഠിച്ചു, നാളെ പിന്നെയും റീഡ് ചെയ്തു, നാളെ കഴിഞ്ഞും പിന്നെയും റീഡ് ചെയ്തു. അപ്പം ഷോർട്ടായിട്ട് അപ്പോൾ അത് റീഡ് ചെയ്യും തോറും നമ്മുടെ മനസ്സിൽ അതങ്ങനെ പതിഞ്ഞിരിക്കും. അപ്പം ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ്. ഒരു സെറ്റ് റൂളില്ല, ഇത് സം ഓഫ് ദ മെത്തേഡ്സാണ് യൂഷ്വലി ആളുകൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള. അതിൽ കൂടുതലും നമ്മൾ ഈ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളുമായിട്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കത്തില്ല സ്ട്രാറ്റജീസ് വെച്ച് പഠിച്ചാൽ. കാരണം അത് ചുമ്മാ ഇങ്ങനെ മനപ്പാടം പഠിക്കുകയല്ലല്ലോ, അത് നമ്മൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പം നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. താങ്ക് യു മാം. ഇപ്പോൾ കുറച്ചു കാലം മുമ്പേയൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യുന്നത്, ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞുങ്ങളിലേക്ക് തെറ്റുകൾ എത്തുന്നത് തന്നെ അവർ തെറ്റുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതിന് തന്നെ പല കാര്യങ്ങളും അവരിലേക്ക് എത്തുന്നത് ചിലപ്പോൾ മുതിർന്നവർ പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടും കേട്ടിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിയാലും എന്തെങ്കിലും ഒരു സംശയം തോന്നിയാലും ഫോണിലൂടെയും അതിലെ പല സംശയങ്ങൾ തീർക്കുന്നത് ഫോണിൻ്റെ ഉപയോഗം മൂലമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പല കുഞ്ഞുങ്ങളോടും സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഇതൊരു തെറ്റാണോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിയർ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല, അതിൽ ഉപരി എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ചെയ്താൽ തന്നെ അതിൽ എന്താണ് ഒരു തെറ്റിരിക്കുന്നത്, നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കാതെ അവർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പിന്നെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം എന്താണ് കുഴപ്പം, അത് ബൈബിൾ അടിസ്ഥാനമാക്കി നമുക്ക് അവർക്ക് എന്ത് ഉപദേശമാണ് പകർന്നു നൽകാൻ കഴിയുന്നത് എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അപ്പം അത് പേരൻസും ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് പാപം ഒത്തിരി സാധാരണമായിരിക്കുന്നു അല്ലേ, അതങ്ങ് പെരുകി ഒരു നോർമൽ ലൈഫ്, പാർട്ട് ഓഫ് ലൈഫ് ആയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ചെയ്യുന്നു, വിശ്വാസിയും ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അപ്പം അതിനകത്തുള്ള ഒരു ബിബ്ലിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോസഫാണ്, വൺ ഓഫ് ദി എക്സാമ്പിൾസ്. ഡാനിയലും കൂട്ടുകാരും വേറൊരു എക്സാമ്പിൾസ്. അപ്പം പിള്ളേർ വന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, ദാനിയേലും ഫ്രണ്ട്സും ജോസഫും തങ്ങളുടെ അപ്പൻ്റെ ഭവനം വിട്ട് അവർക്കറിയാത്ത ഒരു ദേശത്ത് വിറ്റുപോയവരായിരുന്നു. പിന്നെ അവരെ അവിടെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, ആ പ്രദേശത്തെങ്ങും അവരുടെ അപ്പനും ഇല്ല, അവരുടെ അപ്പൻ്റെ വീട്ടുകാരുമില്ല, അവരെ അറിയാവുന്നവരാരുമില്ല. അവരുടെ ചുറ്റുമുള്ള കൾച്ചറെല്ലാം ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയാണ്. പക്ഷേ അവരെല്ലാം അവിടെ വ്യത്യസ്തരായിരുന്നു. അപ്പം ഇറ്റ് ഈസ് പോസിബിൾ, അതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ അല്ലേ. ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത് ബൈബിൾ തന്നെ പറയുന്നു, ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം നമ്മളൊരു ബൈബിൾ കൾച്ചർ ഫോളോ ചെയ്യുമ്പം ബൈബിളിൽ തന്നെ ഒരു എക്സാമ്പിളുണ്ട്, ഇറ്റ് ഈസ് പോസിബിൾ. അത് ബൈബിളിൻ്റെ കാലഘട്ടത്തിലും മ്ലേച്ഛത നിറഞ്ഞിരുന്ന എല്ലാ കൾച്ചറുകളിലും വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച എക്സാമ്പിൾസ് നമുക്ക് ബൈബിളിൽ തന്നെയുണ്ട്. അത് ബിബ്ലിക്കലി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു എക്സാമ്പിളാണ്. രണ്ടാമതായിട്ട്, നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, കർത്താവിനെ പോലെ ആകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിനെ പോലെ കർത്താവ് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ പോലെല്ലാം ആയിക്കഴിഞ്ഞാൽ കർത്താവിനെ പോലെ നമുക്ക് ഒരിക്കലും ആകാനില്ല. വെരി സിമ്പിൾ ആൻസറാണ് അത്, പക്ഷേ ഡിഫിക്കൾട്ട് ചോയ്സ് ഓഫ് ലൈഫാണ്. ഇറ്റ് ഈസ് എ ഹാർഡ് ചോയ്സ്. അതിൽ പേരൻസ് ആയിരിക്കുന്ന നമ്മൾ അത് കഴിവതും ചെയ്യാൻ ശ്രമിക്കുക.
അതിനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിക്കുക, നമ്മളത് ചെയ്യുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മളത് മാതൃകയാക്കുക, ആക്കി അവരെ എൻകറേജ് ചെയ്യുക. അങ്ങനെയുള്ള കൂട്ടായ്മകൾക്കും യൂത്ത് ഫെലോഷിപ്സിനും അവരെ എൻകറേജ് ചെയ്യുക. എനിക്ക് സ്ഥിരം വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യനാണ്, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ, യുവർ കൾച്ചർ ഇസ് നോട്ട് മൈ കൾച്ചർ ഇസ് നോട്ട് യുവേഴ്സ്. എനിക്ക് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, വെൻ യു ഫോളോ ദ ബൈബിൾ യു ഹവ് ഓൺലി വൺ കൾച്ചർ, ദ കൾച്ചർ ഇസ് ദ കൾച്ചർ ഓഫ് ദ ബൈബിൾ. അതിനകത്ത് ഈസ്റ്റേൺ, വെസ്റ്റേൺ, ഇൻഡോ വെസ്റ്റേൺ ഒന്നുമില്ല. ജസ്റ്റ് വൺ കൾച്ചർ ഇസ് ദ ബൈബിൾ കൾച്ചർ. ബൈബിളിനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൾച്ചർ മാത്രമേ ഉള്ളൂ. കർത്താവിനെ വാസ്തവമായി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ യേശു കർത്താവിൻ്റെ കൾച്ചറിനെ ഫോളോ ചെയ്യും. യേശു കർത്താവിൻ്റെ കൾച്ചർ ബൈബിളിൽ നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ആ കൾച്ചറാണ്. അല്ലാതെ ബൈബിളിൽ യേശു കർത്താവ് ജീവിച്ച കൾച്ചറും അല്ല. ബൈബിളിൽ കർത്താവ് എങ്ങനെയാണ് നമ്മളോട് ആകാൻ പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് ദ ബിബിളിക്കൽ കൾച്ചർ. അപ്പം അത് ഹാർഡാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ജീവിച്ച് നമ്മൾ കാണിക്കുക, അതിന് കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുക, അവരുടെ സ്ട്രഗിൾസിൽ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഞങ്ങളെപ്പോഴും പറയും അവരുമായിട്ട് എംപതൈസ് ചെയ്യുക. എനിക്കറിയാം അത് ഡിഫിക്കൾട്ടാണ്, എനിക്കറിയാം നീ ഇതിൽ കൂടെ പോയിട്ട്, ഞാൻ എൻ്റെ സാഹചര്യത്തിൽ ഇതുപോലെ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ കൂടെ പോയി, ഡിഫിക്കൾട്ടായിരുന്നു, ഇതായിരുന്നു എൻ്റെ സ്ട്രഗിള്. പലപ്പോഴും പേരൻസ് ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രഗിൾസ് പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയത്തില്ല. നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ അപ്പൻ നമുക്ക് ഒരു ഉടുപ്പേ മേടിച്ചെന്നുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 5 ഉടുപ്പുണ്ട്. അപ്പം ഈ 5 ഉടുപ്പുണ്ടായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യുന്ന കൊച്ച് എൻ്റെ അപ്പൻ എനിക്ക് 1 മേടിച്ചെന്നുള്ളൂ. ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിന് പകരം അത് പറയണ്ടെന്നല്ല, നന്ദിയോട് നമുക്ക് പറയാം. പക്ഷെ അതിന് പകരം ഞാൻ ഇന്ന ബുദ്ധിമുട്ടുകൂടെ പോയി, ഞാൻ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എനിക്ക് ഇങ്ങനൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഞാൻ ആ സ്ട്രഗിളിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തു, ഇങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത് നമ്മൾ ഓപ്പൺലി വൾണറബിളായി കുഞ്ഞുങ്ങളോട്, നമ്മളിലൊക്കെ എത്ര പേര് നമ്മളത് ഷെയർ ചെയ്യുന്നു കുഞ്ഞുങ്ങളുമായിട്ട്. നമ്മുടെ സ്ട്രഗിൾസിനെ പിള്ളേരുടെ ഓരോ പ്രായത്തിനും ഓരോ മനസ്സിലാക്കാവുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത് എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ അങ്ങനത്തെ ഫെയിലിയേഴ്സും ക്രിസ്തുവിലുള്ള വിക്ടറിയും നമ്മൾ ഓപ്പണായിട്ട് കുഞ്ഞുങ്ങളോട് പറയുമ്പം അവർക്കും നമ്മളൊരു ഫാറവേ പേഴ്സൺ അല്ല. അവരെ പോലെ സ്ട്രഗിൾ ചെയ്ത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് രക്ഷ പ്രാപിച്ച ഒരു മനുഷ്യൻ ആണ് എൻ്റെ ഫാദർ അല്ലെ എൻ്റെ മദർ എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പിള്ളേർക്ക് പറ്റും. അങ്ങനൊരു റിലേഷൻഷിപ്പ് ഇനിയുള്ള കാലത്തിൽ പേരൻ്റ് ആൻഡ് ചൈൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിള്ളേർ ഈ ഒരു പിയർ പ്രഷർ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആയി പോകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പിള്ളേരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു മാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുവാൻ സാധിച്ചതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു പേരൻറ്റിങ് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരാകുവാനും അടുത്ത ഒരു ജനറേഷനെ ദൈവകൃപയിൽ വാർത്തെടുക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൂടെ ദൈവം അതിന് കേൾക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ശാലിനി ഷിജു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് അസ്. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത ബാക്കി എല്ലാവരെയും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇന്ന് കേട്ട കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.